പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ട്രെയിൻ യാത്ര ചെയ്യുന്നവർ വളരെയധികം ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് വേർ ഈസ് മൈ ട്രെയിൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. ട്രെയിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസുകൾ കൃത്യമായിട്ട് തന്നെ അറിയിച്ചു കൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷനാണ് വേർ ഈസ് മൈ ട്രെയിൻ എന്ന ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡ് ഫോണിൽ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ഐഫോൺ യൂസേഴ്സിന് ഇത് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിപ്പോൾ മാറിയിരിക്കുകയാണ്. ഐഫോണിലും നിങ്ങൾക്ക് വേർ ഈസ് മൈ ട്രെയിൻ ആപ്ലിക്കേഷൻ ഒറിജിനൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലോട്ട് വന്നിരിക്കുകയാണ്. വേർ ഈസ് മൈ ട്രെയിൻ ആപ്ലിക്കേഷൻ iOS-ൽ ഇനി മുതൽ അവൈലബിൾ ആയിരിക്കും. iOS-ൽ വേർ ഈസ് മൈ ട്രെയിനിൻ്റെ കുറേ ഡ്യൂപ്ലിക്കേറ്റ് വേർഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒറിജിനൽ അവരെ ഇറക്കിയിരിക്കുകയാണ്. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് iOS-ൽ ആപ്പ് സ്റ്റോറിൽ ചെന്ന് കഴിഞ്ഞാൽ ലഭിക്കുന്നതായിരിക്കും. വേർ ഈസ് മൈ ട്രെയിൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യമായിട്ട് കയറി വരുന്ന സമയത്ത് തന്നെയായിട്ട് നിങ്ങൾക്ക് ഏതാണ് ലാംഗ്വേജ് എന്നുള്ളത് സെലക്ട് ചെയ്യാൻ പറയും. ഞാൻ ഇംഗ്ലീഷാണെന്ന് സെലക്ട് ചെയ്തത്. അതിനുശേഷം നമ്മുടെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് അലോ ചെയ്ത് കൊടുക്കാൻ പറയും. അതിനുശേഷം തുടർന്ന് വരുന്ന ഇൻ്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇവിടെയായിട്ട് ആദ്യം തന്നെ നമ്മൾ കൊടുക്കേണ്ടത് ഫ്രം സ്റ്റേഷനാണ്. ഫ്രം സ്റ്റേഷൻ ഏതാണോ ആ സ്റ്റേഷൻ നിങ്ങൾ കൊടുക്കുക. ഏത് സ്റ്റേഷനിൽ നിന്ന് ഏത് സ്റ്റേഷനിലോട്ട് പോകുന്ന ട്രെയിനുകളുടെ ഡീറ്റെയിൽസ് ആണോ അറിയേണ്ടത് അത് നിങ്ങൾ കൊടുത്തതിന് ശേഷം ടു സ്റ്റേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് എങ്ങോട്ടേക്കുള്ള ട്രെയിനാണോ വേണ്ടത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴ്ഭാഗത്തായിട്ട് ഫിൽറ്റർഡ് ബൈ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിലായിട്ട് ഓൾ ഡേറ്റ്സ് ഉണ്ട്, ടുഡേ ഉണ്ട്, ടുമോറോ ഉണ്ട്, ചൂസ് ഫ്രം കലണ്ടർ എന്നിങ്ങനെ ഓപ്ഷനുകളുണ്ട്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏത് ഡേറ്റിലത്തെ ആണോ അറിയേണ്ടത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം താഴ്ഭാഗത്തോട്ട് വരുന്ന സമയത്ത് ആ ഡേറ്റിൽ ഓടുന്ന ട്രെയിനുകളുടെ ഡീറ്റെയിൽസുകൾ കാണാൻ സാധിക്കും. നമ്മൾ കാണുന്ന ട്രെയിനുകളുടെ ഡീറ്റെയിൽസുകൾ ആ ട്രെയിന് എത്ര മണിക്കാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഫ്രം സ്റ്റേഷനിൽ എത്തുന്നത്, ടു സ്റ്റേഷനിലോട്ട് എത്ര മണിക്ക് എത്തും എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ആ രണ്ട് സ്റ്റേഷനുകൾക്ക് ഇടയിൽ യാത്ര ചെയ്യുന്നതിനായിട്ട് ഏകദേശം എത്ര ടൈം എടുക്കും എന്നുള്ളത് അതിൽ കൃത്യമായിട്ട് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഓപ്ഷനിൽ താഴെയായിട്ട് ആ റൂട്ടിൽ ഓടുന്ന ട്രെയിനുകളുടെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ട്രെയിനും എവിടെയാണ് നിലവിലെത്തിയിരിക്കുന്നത്, ഡിലേ ആണോ, ലൈവ് ലൊക്കേഷൻ എവിടെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അറിയാൻ സാധിക്കും. കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴ്ഭാഗത്ത് റൈറ്റ് സൈഡിലായിട്ട് റീഫ്രഷ് ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഡിലേ ആണ് എന്നുണ്ടെങ്കിൽ ഡിലേ എന്ന് എഴുതി കാണിക്കും. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റീച്ച്ഡ് മാംഗ്ലൂർ സെൻട്രൽ ഡിലേ ബൈ 49 മിനിറ്റ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. 49 മിനിറ്റ്സ് ഡിലേ ആണ്. അപ്പോൾ അത് കൃത്യമായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇനിയിപ്പോൾ ഞാൻ വേറെ ഒരു ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുകയാണ്. ആ സമയത്ത് നോക്കുന്ന സമയത്ത് ആ ട്രെയിൻ ഇപ്പോൾ എവിടെയാണ് എത്തിയിരിക്കുന്നത് എന്നുള്ളത് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മൾ ആ ട്രെയിനിൻ്റെ എടുക്കുന്ന സമയത്ത് ട്രെയിന് എത്ര മണിക്കാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന സ്റ്റേഷനിൽ അറൈവൽ ചെയ്യുന്നത്, ഡിപ്പാർച്ചർ ആവുന്നത് എന്നെല്ലാം തന്നെ നമുക്കറിയാൻ സാധിക്കും. ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ ആ ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷനുകളായിരിക്കും അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക. ആ രണ്ട് സ്റ്റേഷന് ഇടയിലുള്ള എത്ര സ്റ്റേഷനുകൾ നിർത്തുന്നില്ല എന്നുള്ളതിൽ അറിയാൻ വേണ്ടിയിട്ട് ആ രണ്ട് സ്റ്റേഷനിൽ അടുക്കായിട്ട് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അതിനിടയിൽ വരുന്ന സ്റ്റേഷനുകളുടെ ഡീറ്റെയിൽസുകളെല്ലാം തന്നെ അറിയാനായിട്ട് സാധിക്കും. ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനും മുകൾ ഭാഗത്തായിട്ട് ഷെയർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ട്രെയിനിൻ്റെ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. സെർച്ച് ബൈ ട്രെയിൻ നമ്പർ ഓർ ട്രെയിൻ നെയിം എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ സെർച്ച് ചെയ്തിരിക്കുന്ന ട്രെയിനുകളുടെ ഡീറ്റെയിൽസ് സെർച്ച് ഹിസ്റ്ററി എന്ന് പറയുന്ന ഭാഗത്തും വരുന്നതായിരിക്കും. അപ്പോൾ ഈ രൂപത്തിലാണ് ബേസിക് ആയിട്ടുള്ള വേർ ഈസ് മൈ ട്രെയിനിൻ്റെ ഓപ്ഷനുകൾ വന്നിരിക്കുന്നത്. കൂടുതലായിട്ടുള്ള ഓപ്ഷനുകൾ തുടർന്നുള്ള അപ്ഡേറ്റുകളിൽ വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ട്രെയിൻ യാത്ര ചെയ്യുന്ന ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.